കലിപ്പന്റെ കുറുമ്പി പെണ്ണ് അവസാന ഭാഗം. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സ്വാതി വീട് വിട്ടുപോയത് സിദ്ധാർത്ഥിനെ കാരണമല്ല മോളെ, നിന്റെ മുത്തശ്ശനാല്ലാത്തിനും കാരണം. അച്ഛൻ ദേഷ്യത്തോടെ പല്ലിയരിച്ചു. മുത്തശ്ശനോ? വയ്യാതെ എടുക്കുന്ന ആ മനുഷ്യനെ പറ്റിയാണ് അച്ഛൻ ഈ അബാധമൊക്കെ പറയുന്നത് ഓർക്കണം. ഈ വയ്യായിക ഈശ്വരൻ കൊടുത്ത ശിക്ഷയാകുഞ്ഞേ അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക്. ഇഞ്ചിഞ്ചായി മരിക്കുന്ന പോലെ ഇളവാനുവദിച്ച ശിക്ഷയായിരിക്കും ദൈവത്തിന്റെ കണ്ണില്. അച്ഛാ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയില്ലേ, കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണം. കാതുപൊത്തി നീ ഓരോന്നും കേൾക്കാൻ പഠിച്ചു. അതാ ഇത്രയും ജീവിതങ്ങൾ ഇത്രത്തോളം ദിനങ്ങൾ ഉരുകിത്തീരാൻ കാരണം. നീ വാഴ്ത്തിപ്പാടുന്ന മുത്തശ്ശൻ തന്നെയാ നിന്റെ ജീവിതം ഈ വിധാക്കിയത്. അന്ന് സ്വാതി ഇറങ്ങിപ്പോയപ്പോ നിനക്ക് വേണ്ടി സിദ്ധുവിനെ ആലോചിച്ചിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ച അച്ഛനായിരുന്നു. അന്നത് എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല. കുടുംബജീവിതം നന്നായി നയിക്കാൻ ഉപദേശിക്കുന്നതിന് പകരം കൊച്ചുമകളെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി സിദ്ധാർത്ഥിനെതിരെ നിന്റെ മനസ്സിൽ വിഷം കുത്തിയിറക്കുന്ന അച്ഛനെ പിന്നീട് ആ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിയത്. സ്വാതിയെ സിദ്ധാർത്ഥിലൂടെ ഞാൻ കണ്ടെത്തി. നിന്നെപ്പോൾ തന്നെ എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം എൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരച്ച് എൻ്റെ പൊന്നുമോള് വെറുക്കല്ലേ എന്നും പറഞ്ഞ് അവൾക്ക് പറയാനുള്ളൊന്ന് കേൾക്കണം തോന്നി. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോൾ ജന്മം തന്ന അച്ഛനെ ആ ജന്മം വെറുക്കേണ്ടി വന്നു എനിക്ക്. പരിയാടായനെ എൻ്റെ സിദ്ധു എന്ന ആ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്നുവെച്ചാ കഴുത്തിന് താലി വീണ 3 നാൾ തേക്കാത്ത ദാമ്പത്യായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ജാതകത്തിന്റെ അന്തർമുഖം. അച്ഛാ, ഞെട്ടിലോടെ ചാരി വിളിച്ചു. അതേ മോളെ, എല്ലാം നിന്റെ മുത്തശ്ശന്റെ കൂർമ്മ ബുദ്ധിയാ. മകളുമായിട്ട് രമ്യതയിലായതും ചെറുമകൾക്കായി മുറ ചേർന്ന ചെറുമകനെ തന്നെ ആലോചിച്ചെല്ലാം. ശകുനിയുടെ കൗടില്യ ബുദ്ധിയോടെ കരുനീക്കങ്ങൾ ഓരോന്നായി നീക്കി ജാതകം തിരിച്ചുകൊണ്ട് വിവാഹം വരെ എത്തിച്ചതും എല്ലാം സ്വാതിയുടെ വൈദവ്യദോഷം മനഃപൂർവ്വം ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു പിടിച്ചു. മേലെടുത്ത പത്മനാഭ കണിക്കാരുടെ പ്രവചനം ഇന്നുവരെ തെറ്റിയിട്ടില്ല. നാളിതുവരെ എന്തെങ്കിലും പറഞ്ഞോ അതൊക്കെ തന്നെ വന്ന് ഭവിച്ചിട്ടുള്ളൂ. അച്ഛനത് അറിയുകയും ചെയ്യാം. നാൾ പൊരുത്തൽ ലേവലേശമില്ലാത്ത 2 ജാതങ്ങളെയും കൂട്ടിക്കെട്ടി വീണ്ടും വീണ്ടും കണിയാരെ കണ്ട് നവവരന്റെ മൃത്യു ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു നിന്റെ മുത്തശ്ശൻ. തന്നെ മുത്തശ്ശൻ ഇത്രയും ക്രൂരാവാൻ കഴിയോ? ചാരു അന്താളിച്ചു. നിന്റെ മനസ്സിലെന്താണെന്ന് അച്ഛനറിയാം. മുത്തശ്ശൻ ഇത്രയും ക്രൂരത കാട്ടാനാവോ എന്നായിരിക്കുമല്ലേ? അച്ഛന്റെ ചോദ്യത്തിന് മുമ്പിൽ അവൾ തലകുനിച്ചു. അതിനുത്തരം ഞാൻ കൊടുക്കാം അച്ഛാ. വാതിൽ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്വാതിയായിരുന്നു. ചാരുലതയുടെ മുഖഭാവം മാറി. കോപവും വെറുപ്പും പ്രതിഫലിച്ചു. എന്നോട് ഇപ്പോഴും ദേഷ്യാന്റെ ചാരുവിന്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരുവട്ടെങ്കിലും കേട്ടിരുന്നെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നും ജീവിതങ്ങൾ ഇങ്ങനെയായി തീരുമായിരുന്നില്ല മോളെ. വിവാഹത്തിന്റെ തലേന്ന് രാത്രി മുത്തശ്ശൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോയിരുന്നു ഞാൻ. മുത്തശ്ശൻ തന്നെ മുൻകൈ എടുത്ത് വിവാഹം നടത്തിയെന്ന് മനസ്സിറഞ്ഞ സന്തോഷത്തോടെ തുറന്ന് സംസാരിക്കണം തോന്നി. ഫോണിലൂടെ ആരോടോ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ മുറിയിൽ തന്നെ നിന്നു. മേശയുടെ മുകളിലായി ചില പഴകിയ കടലാസ് മാത്രം നൂലിട്ടിരിക്കുന്ന കണ്ട് കൗതുകത്തോടെ എടുത്തു നോക്കിയതാ. എന്നിൽ നിന്നോ കീറിയെടുത്താണെന്ന് തോന്നി. പിന്നെയാണ് പൂർണ്ണമായും മനസ്സിലായത് എൻ്റെ ജാതകമായിരുന്നു പല തുണ്ടുകളായിട്ട് അതിലുണ്ടായിരുന്നതെന്ന്. എന്തിനായിരിക്കും ഇതിങ്ങനെ കീറിയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഓർത്ത് എൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ജാതകങ്ങൾ കണിയാരുടെ കയ്യിലല്ലേ എന്ന്. പിന്നെ ഇതെങ്ങനെ? ഫോണിലൂടെ ആരോട് ഉറക്കിച്ചിരിക്കുന്ന മുത്തശ്ശനെ കണ്ട് ഞാൻ ആ സംഭാഷണം ശ്രദ്ധിച്ചു. അത് കണിയാരായിട്ടാണെന്ന് മനസ്സിലായപ്പോൾ വീണു ചെവിയേർത്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിന്ന നിൽപ്പിൽ ഇല്ലാണ്ടായാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി മോളെ. ചെറുമകളുടെ വൈദവ്യദോഷം മാറ്റാൻ സ്വന്തം ചോരയെ തന്നെ കുരുതി കൊടുക്കാൻ എങ്ങനെ നമ്മുടെ മുത്തശ്ശന് മനസ്സ് വന്നതെന്ന് അറിയില്ല. എല്ലാം വ്യക്തമായിട്ട് തന്നെ ഞാൻ കേട്ടു. എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുത്തശ്ശൻ്റെ അടിപറിപ്പോയി. എനിക്കൊരു യുവാജീവിതം കിട്ടാൻ വേണ്ടി സിദ്ധുവിനെ മരണത്തിലേക്ക് എറിഞ്ഞൊടുക്കാൻ എനിക്ക് വയ്യായിരുന്നു മോളെ. നീ അറിയുന്നതിന് മുമ്പേ ഇതെല്ലാം സിദ്ധു അറിയേണ്ട അത്യാവശ്യമാണെന്ന് തോന്നിപ്പോയി. ഞാൻ ഒളിച്ചോടിയതല്ല, ഞാൻ വീട് വിട്ടു പോയതാ. ഒരു ഒളിച്ചോട്ടത്തിനായിട്ടല്ല ഞാൻ വീട് വിട്ടു പോയത്. സിധുവിനോട് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ നിനക്ക്? വിവാഹ തലേന്ന് വരെ എന്നോട് അല്പം പോലും അയാൾ അടുപ്പം കാണിക്കാത്ത എന്തുകൊണ്ടാണ് അറിഞ്ഞത്? അപ്പോഴാ സ്നേഹിച്ച പെണ്ണിനെ മറക്കാൻ കഴിയാതെ അവിടെ ഓർമ്മളയും കെട്ടിപ്പിടിച്ച് വിതുമ്പുന്ന സിധുവിനെ ഞാൻ അവിടെ കണ്ടു. തകർന്നു പോയത് ഞാനാ മോളെ. എനിക്ക് വേണ്ടി സ്നേഹിച്ച പുരുഷനെ ഒഴിഞ്ഞെന്ന് നീ ത്യാഗം ചെയ്ത് നിനക്ക് വേണ്ടി മാത്രം എന്നെ സ്വീകരിക്കാൻ സമ്മതിച്ചു. സിധു നിന്നെ ത്യജിച്ചു. ഞാനോ ഒരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടടക്കുന്ന അവളെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെ ബലമായി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോയെന്നെ. സ്വന്തം അനുജത്തിയുടെ സ്വപ്നങ്ങൾക്ക് മേലെ മണ്ണ് വിതറി എൻ്റെ ജീവിതം കെട്ടിപ്പോക്കിയിരുന്നെങ്കിൽ എൻ്റെ കണ്ണിൽ ഞാൻ തന്നെ വിലയില്ലാത്തവളായി പോയേനെ. സ്വന്തം ജീവിതം എനിക്കായി വെച്ച് നീട്ടിയപ്പോൾ ഇതൊന്നും നീ ഓർത്തില്ല അല്ലേ? വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു സ്വന്തം പുരുഷൻ തന്നെയല്ല തൻ്റെ അനുജത്തിയായിരുന്നു സ്നേഹിച്ചിരുന്നെന്ന് അറിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ആഘാതം എത്രയാവുമെന്ന് നീ ഓർത്തില്ല. നീയായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് സകലതും സിദ്ധാർത്ഥനോട് പങ്കുവെച്ചു. എങ്കിൽ പിന്നെ നിന്നെ സ്വീകരിച്ചൂടെ എന്നുള്ള ചോദ്യത്തിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി കേൾക്കണം നീ. ഒരിക്കൽ സിധു നിന്നോട് തെറ്റ് ചെയ്തു. സ്നേഹിച്ചിട്ട് നിന്നെ കൂട്ടാനാവാതെ വഞ്ചിച്ചു. ആ തെറ്റ് നീ പുറത്താലും അയാൾക്ക് സ്വയം പൊറുക്കാനാവില്ലെന്ന്. നിന്നെ ഒരു വട്ടെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയെ സ്വീകരിക്കാനായിരുന്നല്ലോ നീ അയാൾക്ക് മുമ്പിൽ വെച്ച നിബന്ധന. അതൊന്നുകൊണ്ട് മാത്രം അയാൾ എൻ്റെ കഴുത്തിൽ താലിയിട്ടാൻ തയ്യാറായതെന്ന്. പക്ഷെ മനസ്സിലാൽ 1000 വട്ടം അയാളുടെ പെണ്ണായി വരിച്ചത് ആ താലി അണിച്ചോക്കെ നിന്നെ ആയിരുന്നെന്ന്.
സ്നേഹിച്ച പെണ്ണിനോട് ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഇഷ്ടമില്ലാത്തൊരു ബന്ധം തലയിലേറ്റ് സ്വന്തം ജീവിതം നശിപ്പിക്കാനൊരു ഞാൻ മനുഷ്യനോട് ഞാൻ എന്ത് പറയണമായിരുന്നു? എന്നെ സ്വീകരിക്കാനോ? നാളിതുവരെ ജനിച്ചപ്പോൾ മുതൽ സ്വന്തം കുടുംബക്കാരുടെ പകയ്ക്കിരയായിട്ടുണ്ടെന്ന ആ ജന്മത്തിനോട് ഇനിയും സ്വന്തം മുത്തശ്ശന്റെ കുടിപ്പാക്കി ഇരയാവാൻ എറിഞ്ഞു കൊടുക്കണമായിരുന്നോ? അതിലും ഏത് അയാളോട് ആത്മാഹത്യ ചെയ്യാൻ പറയുന്നല്ലേ ചാരുവേ? സ്വാതി പൊട്ടിക്കരഞ്ഞു. എല്ലാം കേട്ട് പകുതി പ്രാണനും പേറി നിൽക്കുകയായിരുന്നു ചാരു. ഹൃദയത്തിൽ കുറ്റബോധത്തിന്റെ ഭാണ്ഡങ്ങൾ ഒന്നൊന്നായി പൊട്ടിയടരുന്നത് അവൾ അറിഞ്ഞു. സിദ്ധു അപ്പോ? അവളുടെ ചുണ്ടുകൾ വിറച്ചു. ജാതകത്തിൽ വിധി അറിഞ്ഞപ്പോ അതുവരെ കണ്ണീരോടെ നിന്ന് സിദ്ധു പുഞ്ചിരിച്ചു. അയാൾ വിസമ്മതം പറഞ്ഞില്ല. എന്റെ ചാരുവില്ലാത്തൊരു ജീവിതം എനിക്ക് മരണതുല്യം തന്നെയാണ് സ്വാതി. അവളെന്റെ പ്രാണനാടും. പ്രാണില്ലാതെ എങ്ങനെയാ ജീവിക്കുക? ഇതിപ്പോ മരണം എന്നൊരവസരം മുമ്പിൽ വീണ് കിടക്കുകയല്ലേ? എന്റെ ചാരുവിന് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ഞാനത് ഇരുകയും നീട്ടി സ്വീകരിക്കും. സിദ്ധു പറഞ്ഞ വാക്കുകളാ. ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കാ കൂടുതൽ സന്തോഷം തോന്നിയ മോളെ. നിനക്കായി കാത്തിരുന്ന ഇത്രയും നല്ലൊരു ജീവിതം ഞാൻ അറിയാതെങ്കിലും തട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊരു പാപിയായി പോയേനെ. അരുത് സ്വാദേശി. പൊട്ടിക്കരച്ചിലോടെ ചാരു ഓടി വന്നവളുടെ വായുപൊത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വിങ്ങിക്കരഞ്ഞു. എന്റെ തെറ്റായില്ല എല്ലാം. കൂടപ്പിറപ്പിനെ വിശ്വസിക്കാതെ സ്നേഹിച്ച പുരുഷനെ വിശ്വസിക്കാൻ മനസ്സുകാട്ടാൻ എന്റെ തെറ്റിദ്ധാരണയുടെ മറ കണ്ണിൽ മൂടിയപ്പോ നല്ലതേത് ചീത്തയേതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. എന്നോട് ക്ഷമിക്കുക ചേച്ചി. തന്നെ ഒട്ടിപ്പിടിച്ചിരുന്ന അവൾ അടുത്തേക്കൊണ്ട് അവിടെ കണ്ണീർ തുടച്ചുകൊണ്ട് സാധി പറഞ്ഞു. തെറ്റേറ്റു പറയേണ്ട മാപ്പ് ചോദിക്കേണ്ട എന്നോടല്ല, നിന്നോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല. നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോടുള്ള സ്വാർത്ഥതകളുടെ പേരിൽ മാത്രം ചില തെറ്റുകൾ പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഒരുക്കി തരുന്ന ഒരു ജന്മമുണ്ട് സിദ്ധാർത്ഥ്. അയാളുടെ ഉയരോളം നിന്നെ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവാ. ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന ഒറ്റ കാരണത്താൽ മുത്തശ്ശനെ അയാൾ ചികിത്സിക്കുന്നത്. നീ ഭാഗ്യവതിയാ മോളെ. സിദ്ധാർത്ഥിനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേറെ ആർക്കുമില്ല. നിന്റെ കൂടെപ്പിറപ്പായ എനിക്കോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ പോലും അയാളുടെ അത്ര നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് സ്വാധീനിച്ച് ഉറപ്പിച്ച് പറയുക. ചെയ്തു കൂട്ടിയതിന്റെ പാപഭാരം തളർത്തിക്കളഞ്ഞ നിന്റെ മുത്തശ്ശനെ ഇപ്പൊ കുറ്റബോധത്താൽ വിതുമ്പുന്നുണ്ട് ആ മനസ്സ്. ഇടയ്ക്കിടെ കവിലൂടെ ഒഴുകിയിറങ്ങുന്ന അതിന്റെ തെളിവാ. എല്ലാം കേട്ട് തളർന്ന മനസ്സോടെ ചാരു മുത്തശ്ശനെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരേ നിമിഷം സഹതാപവും വെറുപ്പും ആ മുഖത്തോട് തോന്നുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ദുഷ്ടനായിരുന്നു മുത്തശ്ശൻ. ആളുടെ കരഞ്ഞിറങ്ങിയ കണ്ണുകൾ ആ ചോദ്യം ശബ്ദമില്ലാതെ ആരാഞ്ഞു. നിലത്തേക്ക് കുഴഞ്ഞു വീഴുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. എനിക്ക് കാണുന്ന സിദ്ധുവിനെ, എന്റെ സിദ്ധുവിനെ. പിടഞ്ഞ മനസ്സോടെ അവൾ തറവാടിന്റെ പടികൾ ഇറങ്ങി ഓടി. തുടരെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈശ്വര, ദേഷ്യത്തിന് എന്തൊക്കെയാ എന്റെ സിദ്ധുവിനോട് താൻ? എവിടെയായിരിക്കും ഇപ്പൊ ആള്? ഒന്ന് കാണേ വേണ്ടുള്ളൂ. ചെയ്ത തെറ്റിനെല്ലാം കാലിൽ വീണ് മാപ്പ് പറയണം തനിക്ക്. കണ്ണീര് കൊണ്ട് ആ പാദം കഴിക്കാനും താൻ ആ ഹൃദയത്തിനെ മുറിപ്പെടുത്തിയതിന് പകരാവോ? ചാരുവിനെ മനന്നൊന്തു. അവസാന ശ്രമം എന്ന നിലയിൽ അർജുൻ വിളിച്ചിട്ട് പോലും സിദ്ധാർത്ഥ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. വ്യതപൂർണ്ണ മനസ്സോടെ അവൾ ഓടി നടന്നു. ഓടി തളർന്നാവശ്യമായി അവൾ പാടവരമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. സിദ്ധു, എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ. ഒന്ന് വാ, എന്റെ മുമ്പിൽ കണ്ടാ മതി. ഒരു വട്ടം എന്റെ തെറ്റുകൾ ഏറ്റു പറയാനെങ്കിലും. അവൾ കൈകൾ മാറോടണക്കി പിടിച്ച് തളർന്നിരുന്നു. ഒരുപാട് ദൂരേക്ക് പോയിട്ടും അവസാനം ഇവിടേക്ക് തന്നെ വന്നുവല്ലേ. ചുമലിലെ ഒരു കരസ്പർശം, കാതുകളിൽ പതിച്ച വാക്കുകളിലെ തലോടൽ. ആ സ്പർശനത്തിൽ അവൾ നുകർന്നു. മുഖത്തേക്ക് പോലും നോക്കാനാവാതെ ആ നെഞ്ചിൽ മുഖം അമർത്തുമ്പോഴേക്കും ചാരു തകർന്നു പോയിരുന്നു. സിധു, ഞാൻ എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച അവൾ ഒന്നുകൂടി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി സിദ്ധാർത്ഥ്. ഒന്നും പറയേണ്ട പെണ്ണേ, പണ്ടു നിന്റെ വാക്കുകളേക്കാൾ നിന്റെ മൗനത്തിൽ നിന്നും ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടില്ലേ. എന്നാലും എന്നോട് പൊറുക്കാനാവോ സിദ്ധു? നിന്നോട് പൊറുക്കാൻ എനിക്കാവില്ല ചാരു. സിദ്ധാർത്ഥ് ദൃഢമായി പറഞ്ഞപ്പോൾ ചാരുവിന്റെ ഉള്ളിൽ 1000 തേങ്ങൾ ഉയർന്നു. പൊറുക്കുന്നു ക്ഷമിക്കുന്നൊക്കെ മറ്റു പലരോടാ ഞാൻ. നിന്നെ എനിക്ക് പ്രണയിക്കാൻ മാത്രമേ കഴിയുള്ളൂ ചാരുവേ. വേറൊരു വികാരം നിന്നോട് എനിക്ക്, അത് മാത്രം സിദ്ധുവിന് കഴിയില്ല. ഞാനൊരു നല്ല സ്ത്രീയല്ല സിദ്ധു. സ്വന്തം കൂടപ്പിറപ്പിനെ അവിശ്വസിച്ച് താരി കെട്ടിയവനെ അവഗണിച്ച് എന്തിന് വയറ്റിൽ കുരുത്ത സ്വന്തം കുഞ്ഞിനെ പോലും. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പുമ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ അവൾ കണ്ണീര് കൊണ്ട് കളം തീർത്തിരുന്നു. വേണ്ട ചാരുവേ, ഇനി പഴയതൊന്നും ഓർക്കേണ്ട. നിന്നെ കണ്ടെത്തുന്നവരെ നിന്റെ നമ്മുടെ കുഞ്ഞിന്റെ ജീവനും സുരക്ഷയും കുറിച്ചോർത്ത് ഉള്ളിലൊരു പെടപ്പായിരുന്നു. നിന്നെ പോലൊരു പെൺകുട്ടി കാണാമെന്ന് അഞ്ചിൽ വിളിച്ച് പറഞ്ഞപ്പോഴാ പേരറിയാത്ത ദൈവങ്ങളെപ്പോലും വിളിച്ചുപോയി ഞാൻ. അത് നീ തന്നെ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഇടവേളയ്ക്ക് ശേഷം ഒരു ജന്മത്തിലെ നമ്മുടെ പല കണ്ണൂട്ടലുകൾ. ഇനിയും നമുക്ക് പിരിയേണ്ട ചാരു. ഈ ലോകത്ത് മറ്റെന്തോ എനിക്ക് നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ നിന്നെ എനിക്ക് വയ്യടി. വെറും പ്രണയമല്ല, എൻ്റെ ആത്മാവാണ് നീ. എൻ്റെ ഓരോ ഹൃദയമിടിപ്പും മന്ത്രിക്കുന്ന നിന്റെ പേരാ. ഇനി ഈ ഒളിയുദ്ധം വയ്യ. പറയൂ ചാരു, ഇനി നീ പോവെന്നെ വിട്ടിട്ട്. അയാളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. എൻ്റെ ജീവൻ ദേഹത്ത് നടന്നു പോട്ടെ ആദ്യം, എന്നാൽ എൻ്റെ സിദ്ധുവിനെ വിട്ട് ഞാൻ പോവുള്ളൂ. ചാരു സിദ്ധാർത്ഥിനെ വാരിപ്പുണർന്നു. കൈകൾ അയാളുടെ മാറിൽ അമർത്തി ഉയർന്നുകൊണ്ട് ഇരു കവിളുകളും ചുംബിക്കുമ്പോൾ സിദ്ധാർത്ഥ് തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഓർമ്മയുണ്ട് നിനക്ക്, ആദ്യമായിട്ട് നമ്മൾ കണ്ണൂട്ടി ഇവിടെ വെച്ചാ. നമ്മളിലെ പൊടിമീശക്കാരൻ്റെയും കാന്താരിയുടെയും പ്രണയം തുടങ്ങിയത് ഇവിടെ നിന്നാ.
അവസാനം നമ്മൾ ഒന്നായത് ഇവിടെ വെച്ച് തന്നെ അല്ലേ ചാരു? സിദ്ധാർത്ഥയുടെ മൂർത്താൾ ചുംബിച്ചു. ഒന്നല്ല, ഒരാളൂടെ. അത് പറയുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു കൊടുത്തിരുന്നു. അവളെ തന്നെ കണ്ണിമിക്കാൻ നോക്കുന്ന സിദ്ധാർത്ഥിന്റെ കൈകളെ ചാരുപതി തന്റെ വയറോട് അടുപ്പിച്ചു. ദേ ഇവിടെ. അവൾ അത് പറഞ്ഞു ആനന്ദത്തോടെ. അവളിൽ അമ്മയെ ആദ്യമായി സിദ്ധു കണ്ടു. അയാൾ അവിടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉദരത്തിൽ ചുണ്ടുകളമർത്തി. എന്റെ പൈങ്കിളിങ് വരട്ടെ, അമ്മയെ നമുക്ക് ശരിയാക്കാൻ കേട്ടോ. പൈങ്കിളിയോ? ചാരു നെറ്റി വിളിച്ചു. അതെടി, എന്റെ മോളുടെ പേരാ. എന്തേ, നന്നായിട്ടില്ലേ? മോളാണെന്ന് സ്വയം ഉറപ്പിച്ചോ? മോളായിരിക്കും. നിന്നെപ്പോലൊരു വായാടി. സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടി ആരോടും പൊരുതുന്നൊരു തൻ്റെടി വാവേ മതി എനിക്ക്. സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു. എങ്കിലേ എനിക്കൊരു കുഞ്ഞ് സിദ്ധാർത്ഥിന് മതി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന സിദ്ധാർത്ഥിന്റെ പതിപ്പിനെ. എല്ലാം അറിഞ്ഞുവല്ലേ? അയാളുടെ മുഖം വാടിയിരുന്നു. സിദ്ധാർത്ഥിനെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചാരുലത മന്ദഹസിച്ചു. എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് സിദ്ധുവിനെയും ഞാൻ അറിഞ്ഞു. ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ, സ്വാതിയേച്ചിയുടെ. ആളുടെ മുഖം മങ്ങുന്നേണ്ട സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. എല്ലാം അറിഞ്ഞിട്ടും അതുമാത്രം അറിഞ്ഞില്ലേ ഭവതി? എന്താ? മണ്ടി പെണ്ണെ, സ്വാതി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജീവൻ തുടങ്ങി നീ വിചാരിച്ചു? പിന്നെ ജാതകവും പൊരുത്തൊക്കെ കാറ്റിൽ പറത്തി അവൾക്കായിട്ടൊരു ചെക്കൻ കാത്തിരിപ്പുണ്ട്. ആരാ? ആരാ സിദ്ധു? ചാരുലത ആകാംക്ഷയോടെ ചോദിച്ചു. മറ്റാരുമല്ല, അങ്ങോട്ട് നോക്കിക്കേ. ചാരു കണ്ടു. പാടവരമ്പത്തൂടെ കളി തമാശകൾ പറഞ്ഞ് നടന്നിരുന്ന രണ്ടുപേരെ. അർജുനോ? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. അതേടോ, നിന്റെ ചേച്ചിയുടെ മൊത്തം സന്തോഷം കണ്ടില്ലേ? അത് കൊടുക്കാൻ ഞാൻ കണ്ടുപിടിച്ച വ്യക്തിയാ അത്. തമാശ രൂപേണ സിദ്ധാർത്ഥ പറഞ്ഞു. അപ്പൊ അർജുൻ സ്നേഹിച്ച പെണ്ണോ? വയറ്റിലുണ്ടെന്ന് നോക്കൂല, തലക്കൊരു കിഴക്കിട്ടിരുന്നു ഞാൻ. സിദ്ധു ചാരുലത ക്ഷീണങ്ങിക്കൊണ്ട് പിണങ്ങുന്നായി നടിച്ചു. ഈ നാട്ടിൽ ഇത്രയും വികസനം വന്നിട്ടും ധാവണിയുടെ പുതിയ ലോകങ്ങളിലേക്ക് നീന്തി തുടിക്കുന്ന ഒരേ ഒരു പരൽമീനേ ഉള്ളൂ. ആരാണ്? അയാൾ കുസൃതിയോടെ ചോദിച്ചു. സ്വാതിയേച്ചി. ചാരുലത പെട്ടെന്ന് മറുപടി പറഞ്ഞു. ഇതേ ധാവണി എടുത്തുകൊണ്ട് അമ്പലത്തിൽ മുടങ്ങാതെ തൊഴാൻ പോകുന്ന ആരാണ്? സ്വാതിയേച്ചി. അപ്പൊ അർജുൻ അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട പാവടക്കാരി ആരായിരിക്കും? സ്വാതിയേച്ചി. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ഓർത്ത്. സ്വാതിയേച്ചിയെയോ? അതേന്ന്. ഈശ്വര, എന്റെ പൈങ്കിളിക്കെങ്കിലും ഇവിടെ പൊട്ടബുദ്ധി കൊടുക്കല്ലേ. സിദ്ധു. കാപ്പിടെ ദേഷ്യത്തോടെ നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ വീണ്ടും ചേർത്ത് പിടിച്ച് നെഞ്ചോട് അടക്കി പിടിച്ചു സിദ്ധാർത്ഥ്. ചാരൂട്ടിയെ, ഇനിയുള്ള പിണക്കങ്ങൾക്ക് ഈ കാപ്പിടത്തിൻ്റെ മൂടുപട മതി കേട്ടോ. ഇനിയൊരു അകൽച്ച വന്നാൽ എനിക്ക് പിന്നെ ജീവനുണ്ടാവില്ല. നിറഞ്ഞ മിഴികളോടെ അവളെ അയാളെ ഇരുകൈകളും ചുറ്റിപ്പുണർന്നു. അകലാനല്ല, കൂടുതൽ അടുക്കാൻ നമ്മൾ ജീവിക്കും. ഞാനും എൻ്റെ സിദ്ധുവും, പിന്നെ നമ്മുടെ പൈങ്കിളിയും. ഒരിക്കലും വിട്ടുകളയാനാവാത്ത പോലെ സിദ്ധാർത്ഥ ഒന്നുകൂടി ചാരുലതയെ അമർത്തി പിടിക്കുമ്പോൾ അവളെ അയാളിൽ നിന്ന് മുഖം പൂഴ്ത്തി പെയ്തൊഴിഞ്ഞ കണ്ണീർ തൂകി പുതിയൊരു ലോകത്തേക്ക്, സ്വപ്നത്തിലേക്ക് പറന്നു വരുന്നുണ്ടായിരുന്നു. ഈ കഥ എവിടെ അവസാനിക്കുന്നു?